ബഹ്റൈനിൽ കഴിഞ്ഞ 2 മാസക്കാലമായി കൊടിയ പീഡനം അനുഭവിച്ചു കഴിഞ്ഞിരുന്ന ഒരു മലയാളി യുവതിയെ രക്ഷപ്പെടുത്തി നാട്ടിലേക്ക് അയച്ചിരിക്കുകയാണ്. ബഹ്റൈൻ ഇന്ത്യൻ എംബസിയും ബഹ്റൈൻ അധികൃതരും ഏകോപനത്തോടെയാണ് യുവതിയെ രക്ഷപ്പെടുത്തി നാട്ടിലേക്ക് അയച്ചത്. കഴിഞ്ഞ ജൂണിലാണ് എറണാകുളം സ്വദേശിനിയായ പ്രഭ ഒരു ഏജൻസി മുഖേന ബഹ്റൈനിൽ വീട്ടുജോലിക്കായി എത്തുന്നത്. വാനോളം പ്രതീക്ഷകളുമായി ജീവിതം കെട്ടിപ്പടുക്കാൻ എല്ലാ പ്രവാസികളെയും പോലെ കടൽ കടന്നെത്തിയതായിരുന്നു പ്രഭയും. ആശ്വാസത്തോടെ പ്രതീക്ഷകളെ പൂവണിയിക്കാമെന്നുള്ള പ്രഭയുടെ മോഹങ്ങൾക്ക് ദുരിതങ്ങളുടെ കടന്നാക്രമണമായിരുന്നു. വീട്ടുജോലിക്കാരിയായി തുടരുന്നതിനിടയിൽ ആ വീട്ടുകാരിൽ നിന്നു തന്നെ മോശമായ അനുഭവമായിരുന്നു പ്രഭയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. രാവിലെ നൽകുന്ന കുബ്ബൂസും തൈരുമായിരുന്നു പ്രധാന ഭക്ഷണം. മറ്റു നേരങ്ങളിലും അത് മിച്ചം വെച്ച് വേണം ഭക്ഷിക്കാൻ. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്നായി പിന്നീട്. ഈ സാഹചര്യത്തിലാണ് ബഹ്റൈനിലെ സാമൂഹിക പ്രവർത്തകൻ അമൽ ദേവിനെ പ്രഭ ബന്ധപ്പെടുന്നത്. തൻ്റെ ദുരിതങ്ങൾ വിവരിച്ച പ്രഭ വീട്ടുകാരുടെ നമ്പറും അമലിന് കൈമാറി. തുടർന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ബഹ്റൈനിലെ ഇന്ത്യൻ എംബസിയിലേക്ക് മെയിൽ വഴി വിഷയത്തിൽ നടപടി സ്വീകരിക്കണമെന്ന നിർദ്ദേശം നൽകി. പിന്നീട് എംബസി അധികൃതർ പ്രഭയുമായി സംസാരിച്ച ശേഷം ബഹ്റൈനിലെ അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു. എംബസിയുടെ നേതൃത്വത്തിൽ ബഹ്റൈൻ അധികാരികളുമായി ചേർന്ന് അതിവേഗം പ്രഭയെ കണ്ടെത്തുകയും നാട്ടിലേക്ക് സുരക്ഷിതമായി മടങ്ങുന്നതിനുള്ള എല്ലാ പിന്തുണയും നൽകുകയും ചെയ്തു. ഒടുവിൽ കഴിഞ്ഞ 30-ാം തീയതി രാത്രി തന്നെ പ്രഭ നാട്ടിലേക്ക് മടങ്ങി. ആശ്വാസ തീരമണഞ്ഞു. ബഹ്റൈനിൽ ദുരിതത്തിലകപ്പെടുന്ന ഇന്ത്യക്കാർക്ക് ഏറെ ആശ്വാസം നൽകുന്ന പ്രവൃത്തി തന്നെയാണ് എംബസിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. തങ്ങളോടൊപ്പം ഏതു പ്രതിസന്ധിയിലും എംബസിയും അധികൃതരുമുണ്ടെന്ന കാര്യം ഈ വിഷയം പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ഇന്ത്യൻ എംബസിയുടെയും പ്രാദേശിക അധികാരികളുടെയും തക്ക സമയത്തുള്ള ഇടപെടലും പിന്തുണയും പ്രഭയുടെ സുരക്ഷിതമായ തിരിച്ചുവരവിന് സഹായമായെന്നാണ് അമൽ ദേവ് പറയുന്നത്. നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ജോലിക്കായി ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ ചൂഷണങ്ങളിൽ അകപ്പെടാതിരിക്കാനും കബളിപ്പിക്കപ്പെടാതിരിക്കാനും എംബസി വഴിയോ നോർക്ക പോലുള്ള ഔദ്യോഗിക മാർഗങ്ങളിലൂടെയോ മാത്രമേ ജോലിക്കായി ശ്രമിക്കാവൂ എന്നാണ് അധികൃതർ അറിയിക്കുന്നത്.